ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. ഈ ലോകത്തിൽ ഏതു മനുഷ്യനും ജനിച്ചു വന്നാൽ കുറച്ചു കാലത്തെ നിലനിൽപ്പും പിന്നെ ഈ ലോകത്തിൽ നിന്ന് യാത്ര പറയലും സുനിശ്ചിതമാണ്. ജനനം, ജീവിതം, മരണം, ഈ മൂന്നെണ്ണമാണ് ഏതു മനുഷ്യനെയും ഇവിടെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. ജീവിക്കുമ്പോൾ തോന്നും മരണം വേണ്ട എന്ന്. ഇവിടെ എന്നും സുഖമായി ജീവിക്കണം എന്നാണ് തോന്നുക. പക്ഷേ ഈ ശരീരത്തിന് ഒരു സ്വഭാവമുണ്ട്. ഇതിന് അധിക കാലം നിലനിൽക്കാൻ സാധിക്കുകയില്ല. ഇത് പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിച്ചതാകയാൽ അവ നശിക്കുന്നവയാണ്. ഇതിൻ്റെ കാലം, ഈ ശരീരം എപ്രകാരമാണോ ഉണ്ടായത്, താൻ ചെയ്തിരിക്കുന്ന കർമ്മത്തിന് അനുസൃതമാണ്. കർമ്മം അനുഭവിക്കാനാണ് ഈ സ്ഥൂല ശരീരം എടുത്തിരിക്കുന്നത്. വിധിച്ചിടുന്ന കർമ്മമൊടുങ്ങുമ്പോൾ പതിച്ചിടുന്നു ദേഹാമൊരിടത്ത്. വിധിക്കപ്പെട്ട കർമ്മം തീർന്നാൽ പ്രായമൊന്നും ബാധകമല്ല, ഈ ശരീരം നശിക്കുന്നു. അതതിൻ്റെ സ്വഭാവമാണ്. അതിനാൽ ഇതിനെ നമ്മൾ വേണ്ടതുപോലെ സംരക്ഷിച്ച് സൽക്കർമ്മനിരതരായി സ്വന്തം സ്വരൂപത്തെ തിരിച്ചറിയാനായി വിനിയോഗിക്കേണ്ടതാണ്. അതിനാൽ എത്ര വലിയ മഹാനായാലും ജനനവും ജീവിതവും മരണവും സുനിശ്ചിതമാണ്. ഉലകമൊക്കെയടക്കി വാണൊരു ചക്രവർത്തി സമൂഹവും ശലഭമെന്ന കണക്കയൊക്കെ നശിച്ചുപോയതു ഷൺമുഖ. അലകണക്കയിരുന്നിടുന്നൊരു വിഷയജാലമതിങ്കൽ നീ അലയുവാനിടവെക്കൊല, അതിനലിവു വെക്കണമെൻ്റെ മേൽ. ഇതിൽ കിടന്ന് അലയുവാൻ ഇടവെക്കരുതേ എന്ന്. ഉലകമൊക്കെയടക്കി വാണൊരു ചക്രവർത്തി സമൂഹവും. എത്ര എത്ര വലിയ വലിയ പേരുകേട്ട ചക്രവർത്തിമാർ ഈ ലോകത്തുണ്ടായിരുന്നു. അതാണ് ഉലകമൊക്കെ അടക്കി വാണൊരു ചക്രവർത്തി സമൂഹവും ശലഭമെന്ന കണക്കയൊക്കെ നശിച്ചുപോയിതു കാൺകടോ. ശലഭം പോലെ ഇതെല്ലാം അല്പകാലമേ ഉള്ളൂ. നമ്മുടെ ഒരു 100 കൊല്ലം എന്ന് പറയുന്നത് എത്രയോ നിസ്സാരമാണ്. ഒരു ശലഭം ജീവിച്ച് ഏതാനും മണിക്കൂർ കഴിഞ്ഞ് അത് തൻ്റെ ചിറക് പൊഴിഞ്ഞ് ഈ ലോകത്തിൽ നിന്നും യാത്ര അവസാനിപ്പിക്കുന്നു. അത്രയുള്ളൂ ഒരു മനുഷ്യൻ്റെയും ആയുസ്. ശലഭമെന്ന കണക്കയൊക്കെ നശിച്ചുപോയിതു കാൺകടോ. ഈ ലോകത്തിൽ കാണുക, എത്ര വലിയ വലിയ മഹാന്മാരിവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാം ലോകം മുഴുവൻ അടക്കി വാണിരുന്നു. അവരെല്ലാം നശിച്ചു പോയില്ലേ. ഇതുപോലെയാണ് അലകണക്കയിരുന്നിടുന്നൊരു വിഷയജാലമതിങ്കൽ നീ. കടലിലെ തിരകൾ പോലെ വരുന്നു പോകുന്നു. അപ്രകാരമാണ് ഈ ലോക വിഷയങ്ങൾ എല്ലാം. അലകണക്കയിരുന്നിടുന്നൊരു വിഷയജാലമതിങ്കൽ നീ അലയുവാനിടവെക്കണ, അതിനലിവു വെക്കണമെൻ്റെ മേൽ. ഈ വിഷയജാലങ്ങളുടെ പിന്നാലെ പോയി എൻ്റെ വിലയേറിയ ജന്മം പാഴാക്കിക്കളയാൻ അനുവദിക്കരുതേ. അതിനുള്ള അറിവും ബുദ്ധിയും വിവേകവും എനിക്ക് തരേണമേ എന്ന ഒരു പ്രാർത്ഥനയാണ് ഈ ശ്ലോകത്തിൻ്റെ ഉള്ളടക്കം. ഉലകമൊക്കെയടക്കി വാണൊരു ചക്രവർത്തി സമൂഹവും ശലഭമെന്ന കണക്കയൊക്കെ നശിച്ചു പോയതു കാൺകടോ. അലകണക്ക
കയ്യിരുന്നിടുന്നൊരു വിഷയജാലമതിങ്കൽ നീ അലയുവാനിടവയ്ക്കൊല അതിനലിവ് വയ്ക്കണമെൻ്റെ മേൽ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ.